വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ. ഓപ്ഷൻ 1 ഉപയോഗിക്കാൻ പാടില്ല. ഓപ്ഷൻ 2 ഉപയോഗിക്കാം. ഓപ്ഷൻ 3 ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിക്കാം. ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ശരിയായ ഉത്തരം. മലമ്പാതകളിൽ മീഡിയർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാവുന്ന പരമാവധി വേഗത 15 km/മണിക്കൂർ, 35 km/മണിക്കൂർ, 55 km/മണിക്കൂർ, 35 km/മണിക്കൂർ എന്നതാണ് ശരിയായ ഉത്തരം. ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഡ്രൈവർ അനുവർത്തിക്കേണ്ടത് എന്തെല്ലാം? വേഗത കുറയ്ക്കണം. വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ മാത്രം കടത്തിവിടണം. ഓപ്ഷൻ 2 വേഗത കുറയ്ക്കണം. പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. ശാഖാ റോഡിൽ നിന്നും പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയ ശേഷം. ഓപ്ഷൻ 3 വേഗത കുറയ്ക്കണം. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ മാത്രം കടത്തിവിടണം. ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. ഇതിലെ ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻ 1 ആശുപത്രി, ഓപ്ഷൻ 2 വിശ്രമ കേന്ദ്രം, ഓപ്ഷൻ 3 ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. വിശ്രമ കേന്ദ്രം എന്നതാണ് ശരിയായ ഉത്തരം. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? ഓപ്ഷൻ 1 ഇടതുവശത്തു കൂടി, ഓപ്ഷൻ 2 വലതുവശത്തു കൂടി, ഓപ്ഷൻ 3 വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ 2 പാർക്കിംഗ് ഇരുവശത്തും. ഓപ്ഷൻ 3 പോലീസ് എയ്ഡ് പോസ്റ്റ്. പാർക്കിംഗ് ഇരുവശത്തും എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. ഓപ്ഷൻ 1 ടി ജംഗ്ഷൻ, ഓപ്ഷൻ 2 വൈ ജംഗ്ഷൻ, ഓപ്ഷൻ 3 ശാഖാ റോഡ് ഇടതുവശം. ടി ജംഗ്ഷൻ എന്നതാണ് ശരിയായ ഉത്തരം. യു ടേണിൽ കാണിക്കേണ്ട സിഗ്നൽ ഏത്? ഓപ്ഷൻ 1 ഇടതുവശത്തേക്കുള്ള സിഗ്നൽ, ഓപ്ഷൻ 2 സ്റ്റോപ്പ് സിഗ്നൽ, ഓപ്ഷൻ 3 വലതുവശത്തേക്കുള്ള സിഗ്നൽ. വലതുവശത്തേക്കുള്ള സിഗ്നൽ എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. നേരെ പോകാൻ പോകുന്നു. ഓപ്ഷൻ 2 വാഹനം നിർത്താൻ പോകുന്നു. ഓപ്ഷൻ 3 വലത്തോട്ട് തിരിയാൻ പോകുന്നു. വാഹനം നിർത്താൻ പോകുന്നു എന്നതാണ് ശരിയായ ഉത്തരം. ഡ്രൈവർക്ക് തൻ്റെ വാഹനം ഇടതുവശത്തേക്ക് ചേർത്ത് നിർത്തിയിടാം. ഫയർ സർവീസ് വാഹനങ്ങൾ മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ, എതിർദിശയിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ, എതിരെ ഒരു വാഹനം ലൈറ്റ് തെളിച്ച് വരുമ്പോൾ, ഫയർ സർവീസ് വാഹനങ്ങൾ മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ എന്നതാണ് ശരിയായ ഉത്തരം. മാനസികമോ ശാരീരികമോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഉള്ള ശിക്ഷ. ഓപ്ഷൻ 1 500 രൂപ ഫൈൻ, ഓപ്ഷൻ 2 1000 രൂപ ഫൈൻ, ഓപ്ഷൻ 3 200 രൂപ ഫൈൻ. 200 രൂപ ഫൈൻ എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. പുറകിൽ വരുന്ന വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. ഓപ്ഷൻ 2 വലത്തോട്ട് തിരിയാൻ. ഓപ്ഷൻ 3 ഒരു വശത്തേക്ക് നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. പുറകിൽ വരുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. VIP സല്യൂട്ട്. ഓപ്ഷൻ 2 ടി പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുക. ഓപ്ഷൻ 3 ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഓപ്ഷൻ 2 ടി പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ശരിയായ ഉത്തരം. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു എത്ര ദിവസത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാം? ഓപ്ഷൻ 1 45 ദിവസം കഴിഞ്ഞ്, ഓപ്ഷൻ 2 1 മാസം കഴിഞ്ഞ്, ഓപ്ഷൻ 3 6 മാസം കഴിഞ്ഞ്. 1 മാസം കഴിഞ്ഞു എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് തിരിയാൻ പോകുന്നു, വലത്തോട്ട് തിരിയാൻ പോകുന്നു, വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇടത്തോട്ട് തിരിയാൻ പോകുന്നു എന്നതാണ്
ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. ഇടതുവശത്ത് നിർത്തുക, ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക, ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക എന്നതാണ് ശരിയായ ഉത്തരം. റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ 1 മന്ത്രി വാഹനങ്ങൾ, ഓപ്ഷൻ 2 ആംബുലൻസ് ഫയർ എഞ്ചിൻ, ഓപ്ഷൻ 3 പോലീസ് വാഹനങ്ങൾ. ഓപ്ഷൻ 2 ആംബുലൻസ് ഫയർ എഞ്ചിൻ എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. കാൽനടക്കാരുടെ ക്രോസിംഗ്. കാൽനടക്കാർക്ക് കയറാം, കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല. ഓപ്ഷൻ 1 കാൽനടക്കാരുടെ ക്രോസിംഗ് എന്നതാണ് ശരിയായ ഉത്തരം. ചിഹ്നം തിരിച്ചറിയുക. 50 km/മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക, 50 km/മണിക്കൂർ സ്പീഡിൽ പോകുക, 50 km/മണിക്കൂർ സ്പീഡിൽ മുകളിൽ പോകുക. ഓപ്ഷൻ 1 50 km/മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക എന്നതാണ് ശരിയായ ഉത്തരം. മലമ്പാതകളിൽ ഇറങ്ങി വരുന്ന വാഹനം ഏതു ഗിയറിൽ ഇറങ്ങി വരണം? ഓപ്ഷൻ 1 2, ഓപ്ഷൻ 2 അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ. ഓപ്ഷൻ 3 1. ഓപ്ഷൻ 2 അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ എന്നതാണ് ശരിയായ ഉത്തരം.